സർക്കാരിന്റെ വികസന സദസ്സിനെ അനുകൂലിച്ചുള്ള സർക്കുലറിൽ ജാഗ്രതക്കുറവുണ്ടായെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ നേതൃത്വം. ക്ലറിക്കൽ പിഴവാണ് സംഭവിച്ചത് എന്നും അറിഞ്ഞയുടൻ തന്നെ തിരുത്തിയെന്നും ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് MLA പറഞ്ഞു. ജില്ലയിൽ UDF വികസന സദസ്സ് നടത്തുമെന്നും പി അബ്ദുൽ ഹമീദ് വ്യക്തമാക്കി. അല്ല, സർക്കുലർ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്. അതിൽ പറ്റിയൊരു സംഭവം വിചാരിച്ചാൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞങ്ങൾ ജില്ലാ കമ്മിറ്റി കൂടിയത്. കഴിഞ്ഞ ഞായറാഴ്ച ഞാനത് കഴിഞ്ഞ ഉടനെ തന്നെ തിങ്കളാഴ്ച നിയമസഭ ഉണ്ട്. എനിക്ക് തിങ്കളാഴ്ച നിയമസഭയിൽ ഞാനത് ഓഫീസിൽ ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അതിൽ വന്ന ഒരു ചെറിയ ക്ലറിക്കൽ എററായി എന്നുള്ളതിൽ കവിഞ്ഞതിന് വേറെ യാതൊരു ഇതും സർക്കാരിൻ്റെ സദസ്സുമായിട്ട് ഈ സദസ്സിന് യാതൊരു ബന്ധമല്ല. വിപിൻ സി വിജയനുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന്. വിപിൻ, ഈ സർക്കുലറിൽ എങ്ങനെ പിഴവ് വന്നു എന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത്? വിപിൻ, ഉന്മേഷ്, തദ്ദേശ സ്ഥാപനങ്ങളുടെ നേട്ടങ്ങൾ പറയാൻ ഈ മാസം 20 മുതൽ അടുത്ത മാസം 22 വരെയാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ വികസന സദസ്സ് നടത്തുന്നത്. ഇത് ദൂർത്താണെന്നും ഇതിൽ പങ്കെടുക്കില്ല എന്നുള്ളതും UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇതിന് ഘടകവിരുദ്ധമായിട്ടാണ് മലപ്പുറത്തെ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഒരു സർക്കുലർ പുറത്തിറക്കുന്നതും അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. ഇത് ഗംഭീരമായി നടത്തണം എന്ന് മാത്രമല്ല, ഇതിൽ പങ്കെടുക്കാതിരുന്ന അതൊരു CPIMന്റെ പരിപാടി മാത്രമായി മാറും. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേട്ടങ്ങൾ പറയാനുള്ള ഒരു അവസരമാക്കി ഇത് മാറ്റണം എന്നുള്ളതായിരുന്നു ഈ സർക്കുലറിൽ പറയുന്നത്. മലപ്പുറം ജില്ലയിലെ 75% സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് മാറി നിൽക്കണ്ട എന്നുള്ളതാണ് ഈ സർക്കുലർ പറയുന്നു. പിന്നീട് നേതൃത്വം ഇതിൽ ഇടപെടുകയും ഇതിലൊരു നിലപാട് മാറ്റുകയുമായിരുന്നു. പ്രധാനമായും ഇപ്പോൾ പറയുന്നത് ഇതിലൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് വന്നു എന്നതിനപ്പുറം ഇത് സർക്കാരുമായി ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയല്ല. UDF സ്വന്തം നിലയ്ക്ക് വികസന സദസ്സ് നടത്തുകയും നേട്ടങ്ങൾ പറയുകയും എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇതിലൊരു ജാഗ്രത കുറവുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത് തിരുത്തി ഇടും എന്നുള്ളതുമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത്. അദ്ദേഹം അതിൽ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നില്ല, കാരണം MLA ആയതുകൊണ്ട് തന്നെ നിയമസഭയിലായിരുന്നു എന്നുള്ളതുമാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം. പക്ഷേ മുസ്ലിം ലീഗിന്റെ ഭാഗത്തൊരു മലക്കം മറിച്ചതിൽ ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. ഉന്മേഷ്, ശരി. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.